നമസ്കാരം. ഗാലറി ഓഫ് നാച്ചുറലിലേക്ക് സ്വാഗതം. ഞാൻ സുമേഷ് കോട്ടൂർ. കേരളത്തിനോട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ ചില ക്ഷേത്രങ്ങളുടെ കാഴ്ചകളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കന്യാകുമാരി ജില്ലയിലെ അമ്പലങ്ങളിലൂടെ ഒരു യാത്രയാണ്. ആദ്യമായി ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കന്യാകുമാരി ജില്ലയിൽ മേപ്പുറം എന്ന സ്ഥലത്തിനടുത്തുള്ള അളപ്പൻകോട് ക്ഷേത്രം. അളപ്പൻകോട് ശ്രീ ഈശ്വരകാല ഭൂതത്താൻ ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കേരളത്തിൻ്റെയും തമിഴ്നാട്ടിൻ്റെയും അതിർത്തിയിൽ നൂറ്റാണ്ടുകളായി ഭക്തരുടെ വിശ്വാസം കാത്തുസൂക്ഷിക്കുന്ന, രോഗങ്ങളും ദുരിതങ്ങളും അകറ്റി അനുഗ്രഹം ചൊരിയുന്ന ദേവസാന്നിധ്യം എന്ന് ആയിരക്കണക്കിന് ആളുകൾ വിശ്വസിക്കുന്ന ഒരു അത്ഭുത ക്ഷേത്രമാണ് അളപ്പൻകോട് അമ്മാച്ചൻ ക്ഷേത്രം എന്നറിയപ്പെടുന്ന അളപ്പൻകോട് ശ്രീ ഈശ്വരകാല ഭൂതത്താൻ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രം, ഐതിഹ്യങ്ങൾ, വിശ്വാസം, പ്രത്യേകതകൾ എന്നിവയെക്കുറിച്ച് പൂർണ്ണമായും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കറിയാം. വീഡിയോ അവസാനം വരെ കാണുക. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. തമിഴ്നാട് കന്യാകുമാരി ജില്ലയിലെ മേൽപ്പുറം പഞ്ചായത്തിനടുത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തമിഴ്നാട്ടിലാണെങ്കിലും കേരളത്തിൻ്റെ സംസ്കാരവും ക്ഷേത്ര വാസ്തുവിദ്യയും ആചാരാനുഷ്ഠാനങ്ങളും ഇവിടെ വ്യക്തമായി കാണാം. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്നുള്ള ആയിരക്കണക്കിന് ഭക്തർ ഈ ക്ഷേത്രം സന്ദർശിക്കുന്നു. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയാണ് ശ്രീ ഈശ്വരകാല ഭൂതത്താൻ. ഭൂതത്താൻ എന്ന പേര് കേട്ട് പലർക്കും തെറ്റിദ്ധാരണ ഉണ്ടാകാം. ഇവിടെ ഭൂതം എന്നത് ദുഷ്ടശക്തിയെയല്ല, ദൈവത്തിൻ്റെ രക്ഷക ശക്തിയെയാണ് സൂചിപ്പിക്കുന്നത്. ഭക്തരുടെ വിശ്വാസമനുസരിച്ച് ഈശ്വരകാല ഭൂതത്താൻ എന്നത് ശിവന്റെ അനുഗ്രഹ ശക്തിയും അയ്യപ്പസ്വാമിയുടെ ധർമ്മ സംരക്ഷണവും ഭദ്രകാളിയുടെ വീരശക്തിയും ഉൾക്കൊള്ളുന്ന ദൈവ സാന്നിധ്യമാണ്. അതുകൊണ്ട് തന്നെ സന്താനലാഭം, രോഗശാന്തി, തൊഴിൽ, കുടുംബസമാധാനം, ജീവിത വിജയം തുടങ്ങിയ കാര്യസിദ്ധി നേർച്ചകൾക്കായി അനേകം ഭക്തർ ഇവിടെ എത്തുന്നു. ഈ പറഞ്ഞത് കൂടാതെ വളരെ പ്രധാനമായി കന്നുകാലികളുടെ രോഗം മാറ്റാനും കറവമാടുകളുടെ പാലുൽപാദനം വർദ്ധിപ്പിക്കാനും കോഴി തുടങ്ങിയ വളർത്തുപക്ഷികളുടെ സംരക്ഷണത്തിനുമായിട്ടൊരു ക്ഷേത്രം എന്നുകൂടി പറയാം. ആചാരത്തിലും വിശ്വാസത്തിലും തീർത്തും വ്യത്യസ്തമായൊരു ക്ഷേത്രമാണ് ഇവിടം. ശ്രീ മഹാദേവനെ ഇവിടെ അമ്മാച്ചനായാണ് ആരാധിക്കുന്നത്. അമ്മാച്ചനും അമ്മാച്ചൻ്റെ മടിയിലിരിക്കുന്ന ശാസ്താവുമാണ് ഇവിടുത്തെ ആരാധനാമൂർത്തികൾ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കൂറ്റൻ ഒരു അരയാൽ, അതിൻ്റെ ആകാശവേരുകൾക്കിടയിൽ പണിത 4 വശവും തുറന്നു കിടക്കുന്ന ശ്രീകോവിൽ. അരയാലിൻ്റെ ചുവട്ടിലുള്ള ഈ ശ്രീലകത്തിനെയാണ് അരയാൽ ശ്രീകോവിൽ എന്ന് വിളിക്കുന്നത്. ഇവിടെയാണ് അമ്മാച്ചൻ്റെ യോഗദണ്ഡ് അഥവാ ഭൂതദണ്ഡ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ഈ ഭൂതദണ്ഡിനെയാണ് മഹാദേവനായി ആരാധിക്കുന്നത്. ഒരു കാലത്ത് തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന ഈ ക്ഷേത്രം ഇപ്പോൾ കന്യാകുമാരി ദേവസ്വം ബോർഡിൻ്റേതാണ്. എന്നും പൂജയുണ്ടെങ്കിലും ബുധനും ശനിയുമാണ് ഇവിടുത്തെ പ്രധാനം. പ്രാദേശിക വിശ്വാസമനുസരിച്ച് കർഷകരുടെ ആടുമാടുകൾ, പ്രത്യേകിച്ച് പശുക്കൾ ഗർഭിണിയാകാതെ വന്നാൽ ആ പശു ഗർഭിണിയായി പ്രസവിക്കുമ്പോൾ കന്നിനെ അളപ്പൻകോട് അമ്മാച്ചന് നൽകാം എന്ന നേർച്ച നേരും. കാര്യസിദ്ധി ലഭിച്ചാൽ ആ നേർച്ച നടപ്പാക്കണം, അല്ലാത്ത പക്ഷം നേർച്ചക്കാരന് ദോഷം കിട്ടും എന്നാണ് പറയപ്പെടുന്നത്. പശുക്കളും ആടുകളും പ്രസവിച്ചാൽ 5-ാം ദിവസം കുളിപ്പിച്ച ശേഷം കറന്നെടുക്കുന്ന ആദ്യ പാൽ അളപ്പൻകോട് അമ്മാച്ചന് കൊടുത്ത ശേഷമേ ചില കർഷകർ പാല് ഉപയോഗിക്കുകയുള്ളൂ. ഏകദേശം 1500 വർഷത്തോളം പഴക്കമുള്ളതാണ് ഈ ക്ഷേത്രം. ഞങ്ങളിവിടെ വന്ന് ഓഫീസിൽ പെർമിഷൻ മേടിച്ചുകൊണ്ടാണ് അകത്ത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ വിഗ്രഹങ്ങളൊന്നും കാണിക്കാൻ മാർഗ്ഗമില്ല, ബാക്കിയുള്ളതെല്ലാം ചിത്രീകരിക്കുന്നുണ്ട്. ഈ തൊട്ട് കറങ്ങി വന്നാൽ ഈ വലത് ഭാഗത്താണ് നാഗരികാവ്. അപ്പം നാഗരികാവ് ഇവിടെ കണ്ടിട്ടുണ്ട്. കാലികൾ കറവയ്ക്കുള്ളതായാലും ഉഴവിനുള്ളതായാലും വണ്ടി വലിക്കാനുള്ളതായാലും രോഗം വന്നാൽ ഉടമസ്ഥർ ഒരു തേങ്ങ തൊണ്ടോടുകൂടി കാലിയുടെ തലയ്ക്കുഴിഞ്ഞ് എരുത്തിലിൽ കെട്ടിത്തൂക്കും. പിന്നീട് ഈ തേങ്ങയെ സൗകര്യമായിട്ടൊരു ദിവസം ക്ഷേത്രത്തിലെത്തിച്ച് പൂജിക്കും. ഇങ്ങനെ കാലികളെ അളപ്പൻകോട്ടമ്മാവൻ സംരക്ഷിക്കുന്നു. തങ്ങൾക്കും അവരുടെ കന്നുകാലികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒട്ടേറെ ഭക്തർ ദിനവും കൂട്ടമായും കുടുംബത്തോടെയും ഒറ്റയ്ക്കും
ഇവിടെ എത്തുന്നു. അവർ ഇവിടെ നിന്ന് ലഭിക്കുന്ന പ്രസാദച്ചോറും പായസവും വാങ്ങി ഇവിടെ ഇരുന്ന് തന്നെ കഴിക്കാറാണ് പതിവ്. ക്ഷേത്രത്തിൻ്റെ പുറകുവശത്തേക്ക് വരുമ്പോൾ മുകളിലോട്ട് കാണുന്ന ഒരു വലിയൊരു ഏരിയ ഉണ്ട്. അവിടെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ മണ്ഡപവും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോഴും അതൊന്ന് കണ്ടിട്ട് വരാം. ഇനി ഇവിടുത്തെ ഐതിഹ്യം പറയാം. തിരുവിതാംകൂർ രാജാവായിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ചെമ്പകശ്ശേരി രാജ്യം പിടിച്ചടക്കുമ്പോൾ അമ്പലപ്പുഴ ചെമ്പകശ്ശേരിയിലെ രാജസേവകരായ കുറച്ച് നായർ പടയാളികൾ മാർത്താണ്ഡവർമ്മയോടൊപ്പം ചേരുകയും രാജ്യം പിടിച്ചടക്കാൻ അദ്ദേഹത്തിന് തന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അതുപ്രകാരം മാർത്താണ്ഡവർമ്മയ്ക്ക് തന്ത്രപരമായി രാജ്യം പിടിച്ചടക്കാനാവുകയും ചെയ്തു. തന്നെ സഹായിച്ച പടയാളികളെയും കുടുംബങ്ങളെയും നന്ദി സൂചകമായി പത്മനാഭപുരം കൊട്ടാരത്തിനടുത്ത് തന്നെ താമസിക്കാൻ മഹാരാജാവ് ക്ഷണിച്ചു. അതുപ്രകാരം പത്മനാഭപുരത്ത് താമസിക്കാനായി അവർ കാളവണ്ടിയിലാണ് പുറപ്പെട്ടത്. ആ യാത്രയിൽ അവർക്ക് ഉപദേശങ്ങൾ നൽകാനും മറ്റുമായി ഒരു അമ്മാച്ചൻ കൂടെ കൂടി. വരും വഴിയിൽ ബുദ്ധിമുട്ടുകൾ നേരിട്ടപ്പോഴൊക്കെ ഈ ഒരു അമ്മാച്ചൻ്റെ സാന്നിധ്യം അവർക്ക് അനുഭവപ്പെട്ടു. യാത്രയുടെ അവസാനം വരെ ആ അമ്മാച്ചൻ വഴികൾ പറഞ്ഞുകൊടുത്തും മറ്റു സഹായങ്ങൾ ചെയ്തു കൊടുത്തും അവരെ സഹായിച്ചു. ആ അമ്മാച്ചൻ മഹാദേവനായിരുന്നെന്ന് പിന്നീട് അവർക്ക് മനസ്സിലായി. അമ്മാച്ചനായ മഹാദേവനെ അവർ അളപ്പൻകോട് പ്രതിഷ്ഠിച്ച് ആരാധിക്കുവാൻ തുടങ്ങി എന്നാണ് ഐതിഹ്യം. അതാണത്രേ അളപ്പൻകോട് അമ്മാച്ചൻ. ക്ഷേത്രത്തിന് പുറത്തായിട്ട് വലതുഭാഗത്തായിട്ടാണ് യക്ഷിയമ്മയുടെ പ്രതിഷ്ഠയുള്ളത്. ഇപ്പോൾ കയറി വരുമ്പോൾ തന്നെ 2 ആനകൾ നമുക്ക് കാണാം. ഈ യക്ഷിയമ്മയുടെ പ്രതിഷ്ഠയോടെ നോക്കിയിട്ടാണ്. കേരളത്തെ പോലെ ഉത്സവങ്ങൾക്ക് നിരവധി ആനപ്പുറത്തെഴുന്നള്ളത്ത് നടത്തുന്ന പതിവ് തമിഴ്നാട്ടിലില്ല. 25 കുറയാത്ത ആനകളെ എഴുന്നള്ളിക്കുന്ന തമിഴ്നാട്ടിലെ ഏക ക്ഷേത്രം അളപ്പൻകോട് ശ്രീ ഈശ്വരകാല ഭൂതത്താൻ ക്ഷേത്രമാണ്. എല്ലാ വർഷവും ധനുമാസത്തിലെ 2ാം ശനിയാഴ്ച തുടങ്ങിയാണ് ഇവിടെ ഉത്സവം നടക്കുന്നത്. തിരുവനന്തപുരം കന്യാകുമാരി ദേശീയപാതയിൽ മാർത്താണ്ഡത്തു നിന്നും 6 കിലോമീറ്റർ ദൂരെയാണ് മേൽപ്പുറവും അളപ്പൻകോടും. തിരുവനന്തപുരത്ത് നിന്ന് നേരിട്ടാണെങ്കിൽ ഇവിടേക്ക് 45 കിലോമീറ്റർ ദൂരമുണ്ട്. പാറശാല, കളിയിക്കാവിള, കുഴിത്തുറ, മേപ്പാല വഴി അളപ്പൻകോടേക്ക് എത്താം. മറ്റൊരു വഴി നെയ്യാറ്റിൻകര, കാരക്കോണം, കന്നുമാമൂട്, മൂവോട്ടുകോണം വഴിയും ഇവിടേക്ക് എത്താം. ഇങ്ങനെയുള്ള ചരിത്രവും വിശ്വാസവും പ്രകൃതിയും ഒത്തുചേരുന്ന സ്ഥലങ്ങളെ പരിചയപ്പെടുത്തുന്ന വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ മറ്റൊരു മനോഹര സ്ഥലവുമായി വീണ്ടും കാണാം. നന്ദി.